ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് സ്ലീവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒരു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പ്ലീറ്റഡ് സ്ലീവ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ മുമ്പ് തയ്ച്ചിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചൊന്ന് റഫായിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മെറ്റീരിയലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ അളവാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ അളവ് എടുത്ത് ഇതിൽ തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരുപാടുമില്ല, ഒരു 5 മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം അളവെടുക്കാം. അപ്പോൾ എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ 18 സെൻറ്റിമീറ്റർ ആണ്. ഈസ് ചേർത്താണ് ഞാൻ പറയുന്നത് 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിവിടെ 13 സെൻറ്റിമീറ്റർ ഈസ് ചേർത്തിട്ട് ഞാൻ 13 സെൻറ്റിമീറ്റർ ഇത് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. അതിനുശേഷം നമുക്ക് ഈ താഴെ കൈവണ്ണം നമുക്ക് എടുക്കണം. അപ്പോൾ കൈവണ്ണം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. നമുക്കവിടെ 6 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആം ഹോൾ നമുക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണോ വേണ്ടത്, നമുക്ക് ആം ഹോള് അത് നമ്മളനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ 7 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് 1 സെൻറ്റിമീറ്റർ ഒന്ന് ചരിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് വരച്ചു കൊടുക്കണം. കാരണം നമുക്ക് ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് അത്ര മെറ്റീരിയൽ നമുക്ക് വേണ്ട. അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് കുർത്തീൻ്റെയൊക്കെ തയ്ക്കുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ അങ്ങനെ തൂങ്ങി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്ത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കിതിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ സാധാരണ 3/4 സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ 3/4 സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് പ്ലീറ്റഡ് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൈയിൻ്റെ താഴത്തെ ഭാഗം 6 × 6 12 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ കൈവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടി നമുക്ക് ഒരു 6 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടി നമ്മൾ വരഞ്ഞു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലാണ് നമ്മൾ പ്ലീറ്റ് എടുക്കേണ്ടിയുള്ളത്. അപ്പോൾ അത് നമുക്ക് 6 × 6 12ൻ്റെ കൂടെ ഒരു 6 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടി നമുക്ക് അളവെടുത്ത് എടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ അതിൻ്റെ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി 13 ഞാൻ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പകരം ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ കൂടെ ഇവിടെ ലെങ്ത് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 18 സെൻറ്റിമീറ്റർ എൻ്റെ കൈൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഒരുപാട് ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 6 സെൻറ്റിമീറ്റർ കൂടുതൽ എടുക്കാം. ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ നമുക്കൊരു 6 സെൻറ്റിമീറ്റർ കൂടെ കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലെയർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് അത്ര ഫ്ലെയർ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈവണ്ണത്തിൻ്റെ കൂടെ 6 സെൻറ്റിമീറ്റർ കൂടെ ഞാൻ കൂടുതലെടുത്തത്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ച് വെച്ച് നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ മെഷീനിൽ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആദ്യം മാറ്റി കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കൈയിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഭാഗത്തിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഫ്രില്ലൊക്കെ ഒന്ന് താഴെ കിടക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് കൂടെ ഇതിൻ്റെ പുറത്തുകൂടി കൊടുക്കണം. അപ്പോൾ നമ്മളത് നീറ്റായിട്ടൊന്ന് ഒരു സ്റ്റിച്ച് കൂടെ അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കൈവണ്ണത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ താഴത്തെ ഈ ഫ്രില്ലിൻ്റെ ഭാഗം മാത്രമായിട്ട് നമ്മളൊന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ നമ്മൾ
ഒരുപാട് ടൈറ്റ് ചെയ്ത് തയ്ച്ചു കൊടുക്കരുത്, നമുക്ക് ഫ്ലെയർ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലീറ്റഡ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരുപാട് ഫ്ലെയർ അപ്പോൾ എനിക്കത്ര ഫ്ലെയർ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയൽ കുറച്ചെടുത്തത്. നമുക്കതനുസരിച്ച് നമുക്കിതിൽ മെറ്റീരിയൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലീറ്റഡ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.